ഗ്രോത്ത് ക്വാഡ്രന്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. 4 രീതിയിലാണ് നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് വളർത്താൻ പറ്റുന്നത്. ഓപ്ഷൻ നമ്പർ 1, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. നിലവിലെ പട്ടാമ്പി എന്ന മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ഷുക്കൂറിക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാം. ന്യൂ പ്രൊഡക്റ്റ്. ഇതിന് പറയുന്ന പേരെന്താ? പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓപ്ഷൻ നമ്പർ 2, പുതിയ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം. പുതിയ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം. പുതിയ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ്, വിച്ച് മീൻസ് എ ന്യൂ സ്റ്റാർട്ടപ്പ്. എൻ്റെ പേരെന്താ? സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ന്യൂ വെഞ്ചർ എന്ന് പറയും. ഇതെന്താ? പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 3, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള, എക്സ്പാൻഷനിലേക്ക് പോകാനുള്ള മൂന്നാമത്തെ ഓപ്ഷൻ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? പുതിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം. എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെ കൊല്ലത്തേക്ക് കൊണ്ടുപോകും, അല്ലെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ പേരാണ് എക്സ്പാൻഷൻ. കാരണം ഇതിനാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. പുതിയൊരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. നാലാമത്തെ ഒരു ഓപ്ഷനുണ്ട്. നാലാമത്തെ ഓപ്ഷനാണ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എങ്ങനെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കാം. ഇതിൻ്റെ പേരാണ് റവന്യൂ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റിവോപ്സ് എന്ന് പറയും. റിവോപ്സ്, റിവോപ്സ് പുതിയൊരു വാക്കാണ്. റിവോപ്സ്, REVOPS, റവന്യൂ ഓപ്പറേഷൻസ്, റിവോപ്സ്. അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. എന്താ സംഭവം? എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കുന്നു. റിവോപ്സ്.